കൃഷി ചെയ്യാൻ പാടം വേണം, പറമ്പ് വേണം, ഏക്കർ കണക്കിന് സ്ഥലം വേണം എന്നൊക്കെ പലരും പറയാറുണ്ട്. ഞാനിപ്പോൾ ഉള്ളതൊരു കൃഷിയിടത്തിലാണ്. ഇത് പാടത്തോ പറമ്പിലോ ഒന്നുമല്ല, ഒരു വീടിന്റെ ടെറസിലാണ്. ആലപ്പുഴ മുഹമ്മയിലുള്ള ഷൈൻ ചേട്ടന്റെ വീടിന്റെ മുകളിലാണ് ഞാനുള്ളത്. ഇതാണ് നമ്മുടെ ഷൈൻ ചേട്ടൻ, ആലപ്പുഴ മുഹമ്മക്കാരനാണ്. എന്താണ് ഈ ഇങ്ങനൊരു പ്ലാന്? ഇതിന്റെ തുടക്കം എങ്ങനെയാണ്? ഇതിന്റെ രഹസ്യം എങ്ങനെയാണ്? ഇങ്ങനെ ഒരു വിജയത്തിലേക്ക് എത്തിയത് എങ്ങനെയാണ്? നമുക്ക് പണ്ട് തൊട്ടേ കൃഷിയോട് ഭയങ്കര താല്പര്യമാണ്. അപ്പം നമ്മളിവിടെ താമസിക്കാൻ വന്നിട്ട് നമുക്ക് ആ പാട് ഇവിടെ സ്ഥല സൗകര്യം കുറവായിരുന്നു. അപ്പോൾ നമ്മൾ വീട് വെക്കുമ്പം കൃഷി നമുക്ക് ഉപേക്ഷിക്കാൻ പറ്റാത്ത കാരണം നമ്മൾ ടെറസിൽ നമ്മൾ കൃഷി ചെയ്യത്തക്ക രീതി തന്നെയാണ് നമ്മൾ വീട് പണി തന്നെ കോളം സ്ട്രക്ചറിൽ ചെയ്തിട്ട് കൃഷി ചെയ്ത് കഴിഞ്ഞിട്ടാണ് വീട് പണി തീർത്തത്. ഇവിടെ എന്തൊക്കെ കൃഷിയാണ് ഇപ്പോൾ ഉള്ളത്? നമ്മൾ കൂടുതലും ഫോക്കസ് ചെയ്യുന്നത് നമ്മുടെ നാട്ടിൽ അന്യം നിന്നുകൊണ്ടിരിക്കുന്ന കിഴങ്ങ് വിളകൾ സംരക്ഷിച്ചിട്ട് മറ്റുള്ളവരിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ് നമ്മളൊരു ദൗത്യമായിട്ട് ഏറ്റെടുത്തിരിക്കുകയാണ്. അതായത് മുക്കിഴങ്ങ്, ചെറുകിഴങ്ങ്, നനകിഴങ്ങ്, നൂറാം കിഴങ്ങ്, നമുക്ക് ബാക്കിയുള്ള പച്ചക്കറികളെല്ലാം ഉണ്ട്. നമ്മൾ വാഴ തൊട്ട് കദളിവാഴയുണ്ട്, ചെറുതക്കാളിയുണ്ട്, വഴുതനയുണ്ട്, വയലറ്റ് വഴുതനയുണ്ട്, ഇല്ലിക്കൊമ്പൻ വഴുതനയുണ്ട്. നമ്മുടെ കയ്യിൽ കിട്ടാവുന്ന അത്രയും വിത്ത് നമ്മൾ കളക്ട് ചെയ്ത് കൃഷി ചെയ്ത് വരുന്നുണ്ട്. ഷൈൻ ചേട്ടന്റെ കൃഷിയിടം എന്ന് പറയുന്നത് ഈ വീടിന് മുകളിലുള്ളത് എന്ന് മാത്രമല്ല പ്രത്യേകത. ഇവിടെ കൃഷി ചെയ്യുന്ന ഇനങ്ങളൊക്കെ തന്നെ വളരെ വ്യത്യസ്തമാണ്. ഇതിപ്പോൾ എയർപെഡ് പൊട്ടറ്റോ ആണ്, അടതാപ്പ് എന്ന് പറയും. അങ്ങനെ വ്യത്യസ്തമായ പല കൃഷി ഇനങ്ങളും ഇവിടെ കൃഷി ചെയ്ത് വിളയിച്ചിട്ടുണ്ട്, വിജയം കണ്ടിട്ടുണ്ട്. എങ്ങനെയാണ് വളവും കാര്യങ്ങളൊക്കെ? വളം വീട്ടിലെ ഞങ്ങളുടെ പച്ചക്കറിയുടെ വേസ്റ്റും മീനിന്റെ വേസ്റ്റൊക്കെ ഇതിലോട്ട് നമ്മൾ വേറെ സെപ്പറേറ്റ് ഇതിലുണ്ട്. അതിൽ ലിക്വിഡായിട്ടുള്ളത് അതിലേക്ക് ഇട്ടും പഞ്ചായത്തിൽ നിന്ന് കിട്ടുന്ന ബയോ വേസ്റ്റിന്റെ ഇതിലോട്ടിടും. അത് രണ്ടിൽ നിന്നും എടുക്കാറുണ്ട്. ശരിക്കും ഈ മാവും പേരയൊക്കെ ഇവിടെ എങ്ങനെ പിടിപ്പിക്കുന്നത്? ഇത് നമ്മൾ കോൺക്രീറ്റ് ചെയ്തിരിക്കണം. നമ്മൾ മെയിൻ റൂഫിലല്ല നമ്മൾ ഇത്രയും ചെയ്തിരിക്കുന്നത്. നമ്മൾ 4 ഇഞ്ച് കനത്തിൽ വാർത്തെടുത്തിരിക്കുക. അതിലാണ് നമ്മൾ ഈ മരങ്ങളെല്ലാം വെച്ചിരിക്കുന്നത്. ഇതിപ്പോൾ വലിയ വലുപ്പത്തിലേക്ക് പോവാതിരിക്കാനുള്ളത് അത് നമ്മൾ പ്രൂൺ ചെയ്ത് കൊടുക്കും. നമ്മുടെ കൺട്രോളിൽ നിൽക്കത്തക്ക രീതിയിൽ നമ്മൾ പ്രൂണിങ് നൈഫ് ഓരോ പ്രാവശ്യത്തെ വിളവ് കഴിയുമ്പോൾ നമ്മൾ പ്രൂൺ ചെയ്ത് കൊടുക്കും. ഇത് ഞാൻ ഇവിടെ സ്ഥലമില്ലാത്തതുകൊണ്ട് ഇതിങ്ങനെ വളച്ച് ഓരോ കമ്പ് നീട്ടിയാണ് ഇത് അങ്ങോട്ട് നമുക്ക് ആവശ്യമില്ലാത്ത സ്ഥലത്താണ് ഇപ്പം ഞാൻ അതിന്റെ വിളവ് അവിടെ എടുക്കുന്നത്. ഇതുമെല്ലാം നമ്മൾ പറിക്കാവുന്ന സൗകര്യത്തിൽ നമ്മളിപ്പോൾ നമ്മുടെ ഇഷ്ടത്തിന് നമ്മൾ ട്രെയിൻ ചെയ്തെടുക്കുക മരങ്ങൾ. അപ്പം നമുക്ക് അനുകൂലമായിട്ട് അവർ നമുക്ക് വിളവും തരും, നമുക്ക് കൈപ്പൊക്കത്തിൽ പറിക്കുകയും ചെയ്യാൻ പറ്റും. കൃഷി ചെയ്യാൻ ഒരുപാട് സ്ഥലമെന്നും വേണമെന്നും ആരും ചിന്തിക്കേണ്ടതില്ല. കൃഷി ചെയ്യാൻ മനസ്സ് മാത്രം മതി. അതാണ് ഈ ചെറിയ വീടും ഈ ചെറിയ കൃഷിയിടവും നമുക്ക് പഠിപ്പിച്ചിരുന്നത്. റിപ്പോർട്ടർ ശരത് എസ്, റിപ്പോർട്ടർ ആലപ്പുഴ.